അടുത്തതായി റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കണേ നമുക്ക് നോക്കാം. സോ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ട മെഷീനറീസ്, എൻസൈംസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ആ പ്രോസസ്സ്? റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ ആ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അഥവാ ORI. സോ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ എ DNA. ദാറ്റ് ഈസ് കോൾഡ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ORI. സോ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ DNA ആ സ്ട്രക്ചറിലുള്ള ആ പോയിൻറ്റിനെ, പെർട്ടിക്കുലർ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അഥവാ ORI. സോ ഈ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? DNA ഇങ്ങനെ ഇൻ്റർവൈൻഡ് ചെയ്ത് തമ്മിൽ കെട്ടുപണിഞ്ഞ് കിടക്കായിരിക്കും. ഇൻ്റർവൈൻഡ് ആണ് DNA. ആ ഹെലിക്കൽ സ്ട്രക്ചർ തമ്മിൽ ഇൻ്റർവൈൻഡ് ആയിട്ട് കിടക്കായിരിക്കും. സോ ഇൻ്റർവൈൻഡ് ആയിട്ടുള്ള DNA എന്ത് ചെയ്യും? സെപ്പറേറ്റഡ് ആവുന്നു. സോ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻ്റർവൈൻഡ് ഫോമിലുള്ള DNA സെപ്പറേറ്റഡ് ആവുന്നു. സോ യൂക്കാരിയോട്ടിലാണെങ്കിൽ ഒരുപാട് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, മെനി ORI ഉണ്ട്. അതേസമയം വൈറസുകളിലും ബാക്ടീരിയയിലൊക്കെ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനേ ഉള്ളൂ. അതാണ് പ്രൊക്കാരിയോട്ടും യൂക്കാരിയോട്ടും തമ്മിലുള്ള ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ്റെ കാര്യത്തിലുള്ള ഡിഫറൻസ്. ഇനി റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞ മെഷീനറീസിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരണത് എൻസൈമാണ് ഹെലിക്കേസ്. സോ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ആദ്യം ഹെലിക്കേസ് എന്ന് പറഞ്ഞ എൻസൈം വരുന്നു. ആ എൻസൈം എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ദ ഹൈഡ്രജൻ ബോണ്ട്. ആ DNA ഡബിൾ ഹെലിക് സ്ട്രക്ചറിൽ ആ ബേസ് പെയറുകൾ തമ്മിൽ ബോണ്ട് ചെയ്തുള്ള ഹൈഡ്രജൻ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യുന്നു. ബിറ്റ്വീൻ 2 സ്ട്രാൻഡ്, 2 DNA സ്ട്രാൻഡുകളുടെ ഇടയിലുള്ള ബേസ് പെയറുകളെ കമ്പൈൻ ചെയ്യുന്ന, ബോണ്ട് ചെയ്യിപ്പിക്കുന്ന ആ ബോണ്ടുകൾ AT 2 ഹൈഡ്രജൻ ബോണ്ട്, GC 3 ഹൈഡ്രജൻ ബോണ്ട് നമ്മൾ പഠിച്ചതാണ്. സോ ആ ബോണ്ടുകൾ 2 സ്ട്രാൻഡിൻ്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകളെ വിടിയിക്കുന്നു, അത് ബ്രേക്ക് ചെയ്യിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് 2 സ്ട്രാൻഡുകളും അൺവൈൻഡഡ് ആവുന്നു. ഇൻ്റർവൈൻഡ് ആയിട്ടുള്ള സ്ട്രാൻഡുകൾ അൺവൈൻഡഡ് ആണ്. 2 തമ്മിൽ ജോയിൻറ്റഡ് ആയിരുന്നു, ആ ജോയിൻറ്റ് മാറുന്നു. ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അൺവൈൻഡ് ആൻഡ് സെപ്പറേറ്റ്, 2 സ്ട്രാൻഡുകളും സെപ്പറേറ്റഡ് ആവുന്നു. സോ ഇതാണ് നമ്മുടെ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. അവിടെ നമ്മുടെ ഹെലിക്കേസ് എന്ന് പറഞ്ഞ എൻസൈം വരുന്നു. ഇത് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഹെലിക്കേസ് എന്ന എൻസൈം വന്നിട്ട് ഇപ്പോൾ ഇവിടെയാണ് ഹെലിക്കേസ് എന്ന എൻസൈം സ്റ്റാർട്ട് ചെയ്യുന്നു. ആ എൻസൈം ഇതിലൂടെ ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഹൈഡ്രജൻ ബോണ്ടുകൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടുകളാണ്. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. ഇതിനെ തമ്മിൽ ഇങ്ങനെ വിടിയിച്ച് പോകുന്നു. എല്ലാ ഹൈഡ്രജൻ ബോണ്ടുകളും ആ തമ്മിലുള്ള 2 സ്ട്രാൻഡുകളുടെ സെപ്പറേറ്റ് ചെയ്ത്. സോ ഹെലിക്കേസ് ഇതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. സോ ഹെലിക്കേസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഇൻ്റർവൈൻഡ് ആയിട്ടുള്ള DNA ആ 2 സ്ട്രാൻഡുകളുടെ ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് അവർ എന്തായി മാറുന്നു? അൺവൈൻഡഡ് ആവുന്നു, കെട്ടുപണിയാതെ കിടക്കുന്നു. അങ്ങനെ 2 സ്ട്രാൻഡുകളും സെപ്പറേറ്റഡ് ആവുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോപ്പോ ഐസോമറേസ്. സോ ടോപ്പോ ഐസോമറേസിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ സ്ട്രാൻഡിന് വീണ്ടും ഇൻ്റർവൈൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ ആ ടെൻഷൻ റിലീവ് ചെയ്യാണ് നമ്മുടെ ടോപ്പോ ഐസോമറേസ് ചെയ്യുന്നത്. സോ ടോപ്പോ ഐസോമറേസ് ബ്രേക്ക് ആൻഡ് റീസീൽ 1 സ്ട്രാൻഡ്. ആ സ്ട്രാൻഡിനെ ബ്രേക്ക് ചെയ്ത് റീസീൽ ചെയ്യണം, അല്ലെങ്കിൽ അത് വീണ്ടും ഇൻ്റർവൈൻഡ് ചെയ്യും. അതിന് പകരമായിട്ട് ആ ടോപ്പോ ടെൻഷൻ റിലീവ് ചെയ്യണം സിംഗിൾ സ്റ്റാൻഡായിട്ട്. ഇനി അതങ്ങനെ തന്നെ നിർത്തണമെങ്കിൽ അവിടെ സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസുകൾ വരണം. SSB, സിംഗിൾ സ്ട്രാൻഡ്. ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ സ്ട്രാൻഡിൽ എന്ത് വന്നു? ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസുകൾ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് സെപ്പറേറ്റഡ് സ്റ്റാൻഡിൽ സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡഡ് പ്രോട്ടീൻ. ടോപ്പോ ഐസോമറേസ് ആ ബ്രേക്ക് ആൻഡ് റീസീൽ 1 സ്ട്രാൻഡ്. സോ നമ്മുടെ സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ ആ സിംഗിൾ സ്റ്റാൻഡുകളിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇപ്പോൾ അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് തൊട്ട് കിടക്കണേ. ഇവിടെ വരെ ഡബിൾ സ്റ്റാൻഡേർഡാണ്, ഇവിടെ തൊട്ട് അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുന്നത്. സോ വെൻ 2 സ്ട്രാൻഡ് സെപ്പറേറ്റഡ്, 2 സ്ട്രാൻഡുകൾ സെപ്പറേറ്റഡ് ആവുമ്പോൾ അതൊരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അതിൻ്റെ പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. സോ ഈ സ്ട്രക്ചറാണ് ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചറാണ്, അതിനെ വിളിക്കുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. സോ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഒരു ഒറിജിനിൽ വെച്ചിട്ടാണ്, ORIയിൽ വെച്ചിട്ടാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ORIയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഹെലിക്കേസ് എൻസൈം വരുന്നു. ആ 2 സ്ട്രാൻഡുകളുടെ ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നു.
അങ്ങനെ അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആവുന്നു. ആ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതിൻ്റെ ടെൻഷൻ റിലീവ് ചെയ്യാൻ, അത് ബ്രേക്ക് റീസീൽ ചെയ്യാനായിട്ട് ടോപ്പോഐസോമറേസ് വരുന്നു. അതിനുശേഷം ആ സിംഗിൾ സ്റ്റാൻഡേർഡ് അങ്ങനെ തന്നെ ആ പൊസിഷനിൽ നിൽക്കാൻ തന്നെ വേണ്ടിയിട്ട് ആ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീനുകൾ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ആ റെപ്ലിക്കേഷൻ്റെ ആ സ്ട്രാൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ആ റെപ്ലിക്കേഷൻ തുടങ്ങണ സ്ട്രാൻഡ് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറായിട്ട് മാറിയിട്ടുണ്ടോ. സോ 2 സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വൈ ഷേപ്ഡ് സ്ട്രക്ചറായിട്ട് മാറിയിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്.